ഹായ് ഫ്രണ്ട്സ്, മീ ഫോർ യു ടെക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിലൂടെ സിറ്റിസൺ ലോഗിൻ ചെയ്ത് എങ്ങനെ റവന്യൂ സംബന്ധമായ സേവനങ്ങൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ടാക്സ് അടയ്ക്കുന്നത് എങ്ങനെ എന്ന് കാണിച്ചിരുന്നു. അത് ക്വിക്ക് പേയിലൂടെയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിലൂടെ സിറ്റിസൺ ലോഗിൻ ചെയ്ത് എങ്ങനെ അനവധി സേവനങ്ങൾ നമുക്ക് നേടാം എന്നതിനെക്കുറിച്ച് വ്യക്തമായി പരിശോധിക്കാം. ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ എൻ്റർ ചെയ്യുക റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. അവിടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഹോം പേജാണിത്. ഇവിടെയാണ് സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ആ സിറ്റിസൺ രജിസ്ട്രേഷൻ്റെ ആ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. റവന്യൂ സർവീസിൻ്റെ മറ്റൊരു പേജിലേക്ക് വന്നു. ഇവിടെ നമ്മുടെ രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ആദ്യം ഫുൾ നെയിം കൊടുക്കുക, നമ്മുടെ ഇനിഷ്യൽ അടക്കം. അതിനുശേഷം നമ്മുടെ ലൊക്കാലിറ്റി, അതിനുശേഷം പോസ്റ്റ് ഓഫീസ്, അതിനുശേഷം നമ്മുടെ ബിൽഡിങ് നെയിം കൊടുക്കുക, വീട്ടുപേര് കൊടുക്കുക, ശേഷം പിൻകോഡ്, തുടർന്ന് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ്, ഇവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ യൂസർ നെയിം കൊടുക്കുക. അവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇനിഷ്യൽ വല്ലതും ഉണ്ടെങ്കിൽ സ്പേസ് ഒന്നും അവിടെ കൊടുക്കരുത്. ഇനിഷ്യൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേരിനോട് ചേർത്ത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അവിടെ സ്പേസ് ഒന്നും ഇടരുത്. തുടർന്ന് പാസ്വേഡ്, ഒരു സ്ട്രോങ് പാസ്വേഡ് തന്നെ കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കും. യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ OTP നമ്മുടെ ഫോണിൽ വന്ന, നമ്മൾ കൊടുത്തിരുന്ന ഫോണിൽ വന്ന OTP ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപ്ചയും എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പം യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു പോപ്പപ്പ് കൂടെ വന്നു. സൈൻ ഇൻ ചെയ്ത് അതിലേക്ക് പ്രവേശിക്കുക. സെലക്ട് ഉണ്ട് അവിടെ നോർമൽ യൂസർ, ബിസിനസ് യൂസർ. നമ്മൾ നോർമൽ യൂസർ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ യൂസർ നെയിം, അതും അല്ലെങ്കിൽ യൂസർ നെയിം മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, തുടർന്ന് പാസ്വേഡ്, അതിനുശേഷം ക്യാപ്ച, തുടർന്ന് നമ്മുടെ രജിസ്റ്റർ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്യുക. അപ്പം നമ്മൾ ഔദ്യോഗികമായി ആ റവന്യൂ സർവീസിൻ്റെ പേജിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇടത്ത് സൈഡിൽ കാണാം, അവിടെ ആദ്യം തന്നെ പേയ്മെൻ്റ് ഉണ്ട്. ആ പേയ്മെൻറ്റിൽ ലാൻഡ് ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, KBT എന്ന് വെച്ചാൽ ലക്ഷറി ടാക്സ്, പിന്നെ പേയ്മെൻറ്റ് ഡ്യൂ ഉണ്ട്, അതിനുശേഷം പേയ്മെൻറ്റ് ഡ്യൂ ഉണ്ട്, ട്രാൻസാക്ഷൻ ഉണ്ട്, സർവീസുകളുണ്ട്. സർവീസുകൾ കണ്ടല്ലോ, മിസ്സിംഗ് ലാൻഡ്, പോക്കുവരവ്, LRM ആപ്ലിക്കേഷൻ, തണ്ടപ്പേര് പകർപ്പ്, ലൊക്കേഷൻ മാപ്പ്, FMB സ്കെച്ച്, തരം മാറ്റം, EBTR, സർവീസ് ഹിസ്റ്ററി ആയിട്ടുണ്ട്, ആധാർ ലിങ്കിങ് ഉണ്ട്. നമുക്ക് തന്നെ ആധാർ നമ്മുടെ തണ്ടപ്പേരുമായിട്ട് ആധാർ ലിങ്ക് ചെയ്യാം. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണ് റവന്യൂ സർവീസിൻ്റെ സിറ്റിസൺ ലോഗിനിലൂടെ നമ്മൾ ഔദ്യോഗിക പേജിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ നിരവധി സേവനങ്ങളാണുള്ളത്. ആ സേവനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നേടിയെടുക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.